ശമ്പളം കിട്ടിയിട്ട് അത് പറയാനാ വന്നത്. ഓണമാണ് സാറേ, ഞങ്ങളുടെ അതോറിറ്റിയാണ് ഇത്. സാറേ ഞങ്ങൾക്ക് ഓണമാണ്, ഞങ്ങൾക്ക് ഓണം ഉണ്ണാൻ മുടക്കം വരുത്തിയിട്ടുണ്ടോ? ഓപ്പണായിട്ട് പറ. മോദി പൈസ തരുന്നില്ല എന്ന് പറ. അതല്ല, ഇവരുടേത് ടൂറിസത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ്. അപ്പൊ അതില് ആദ്യത്തെ 1.5 മാസത്തെ അവർ കൊടുത്തു, ബാക്കി ഓർഡർ ആയിട്ടുണ്ട്. അതെ, ഇനിയിപ്പോ തിങ്കളാഴ്ച ഞങ്ങൾക്കിപ്പോ ഉത്സവത്തെയൊക്കെ അലോട്ട് ആയിട്ടുണ്ട്. എത്രയാണ് വരേണ്ടത്? അതല്ല, ഇപ്പൊ എത്രയാണ് അവർക്ക് വന്നാൽ കൊടുക്കാൻ പറ്റുന്നത് ഓണത്തിന് മുമ്പ്? 15 into 4 മാസത്തിലല്ലേ മുടക്കം? into 4 32 lakhs ഞാൻ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്ത് എനിക്ക് റീഇംബേഴ്സ് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ലെന്ന് 5-6 മാസം കൊണ്ട് ഞങ്ങൾ കിടന്ന് പാടുപെടുവാണ്. ഒരു വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ്, ഒറ്റടുത്തൊരു വേലയെടുത്തുകൊണ്ട് വന്ന് ജീവിക്കുന്നവരാണ്, അന്നന്ന് കഴിയാൻ പോലും നിവർത്തിയില്ലാത്തവരാണ്. അപ്പൊ ഞങ്ങൾ കടം മേടിച്ച് കുഴഞ്ഞ് ഇനി കടം തരാൻ ആരുമില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇപ്പൊ സുരേഷ് ഗോപി സാർ വന്ന് ഇത്രയും ചെയ്തു തന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടോ? സുരേഷ് ഗോപിയെ ട്രോളാൻ നടക്കുന്ന, സുരേഷ് ഗോപിയെ കുറ്റം പറയാൻ നടക്കുന്നവരൊക്കെ തന്നെയും ഇതൊക്കെ ഒന്ന് കാണുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ആലപ്പുഴ നഗരസഭയിലെ നല്ല രീതിയിൽ കുരുപൊട്ടും, പല തരത്തിലും കുരുപൊട്ടും. കാരണം ഇങ്ങനെ കണ്ണിപ്പിടിക്കത്തില്ല. പോസ്റ്റ് തന്നെ ഞാൻ വായിച്ചപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സമ്മതിക്കണോ? സത്യസന്ധമായിട്ട് പറയാം, ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്ക് ശമ്പളമില്ല. 32 ലക്ഷം സ്വന്തം നിലയിൽ നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഞാൻ മറ്റൊരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് പറയാം വിശദമായിട്ട്. അതായത് ഞാൻ കണ്ട ഒരു പോസ്റ്റാണ്. ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം: ഓണത്തിന് പട്ടിണി കിടക്കേണ്ടി വന്ന കുടുംബശ്രീ ജീവനക്കാർക്ക് തുണയായി സുരേഷ് ഗോപി. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് നൽകിയത് 32 ലക്ഷം രൂപ. ഓണം വാതിൽപ്പക്കൽ എത്തി നിൽക്കുമ്പോൾ ആലപ്പുഴയിലെ ടൂറിസം വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന കുടുംബശ്രീ ജീവനക്കാരുടെ ജീവിതം കറുത്തിരണ്ട അവസ്ഥയിലായിരുന്നു. മാസങ്ങളായി ശമ്പളം പോലും ലഭിക്കാതെ വന്നതോടെ ഈ ഓണക്കാലത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഈ പാവം മനുഷ്യർ കണ്ണീരൊഴുക്കുകയായിരുന്നു. സർക്കാർ തലത്തിലെ നൂലാമാലകളും സാങ്കേതിക കുരുക്കുകളും കാരണം ശമ്പളം കിട്ടാൻ വൈകിയേക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ സുരേഷ് ഗോപി മുന്നോട്ട് വന്നത്. ഓണമുണ്ണാൻ കയ്യിൽ കാശില്ല സാറേ എന്ന് പറഞ്ഞ് വിഷമിച്ച ആ അമ്മമാരുടെയും തൊഴിലാളികളുടെയും സങ്കടം കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രാഷ്ട്രീയമോ മറ്റ് ഔദ്യോഗിക പദവികളോ നോക്കാതെ ഒട്ടും മടിക്കാതെയാണ് അദ്ദേഹം തന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 32 ലക്ഷം രൂപ ജീവനക്കാർക്ക് ശമ്പളമായി നൽകിയത്. ഈ തുക താൻ കടമായിട്ടാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം ഈ ജീവനക്കാരുടെ ഓണം കണ്ണീരിലാഴ്ത്താതെ കാത്തു സംരക്ഷിച്ചത്. കേട്ടല്ലോ, കണ്ടല്ലോ ഈ കാഴ്ചകളൊക്കെ തന്നെ. ഇനി പറയാം സുരേഷ് ഗോപി എന്താണെന്നും സുരേഷ് ഗോപി ആരാണെന്നും. ട്രോളാൻ നടക്കുന്നവരോടാണ് എൻ്റെ ഈ ചോദ്യം. കുറ്റം പറയാൻ നടക്കുന്ന മാപ്രകളോടുകൂടിയാണ് എൻ്റെ ഈ ചോദ്യം എന്ന് പറയുന്നത്. രാഷ്ട്രീയമല്ല, മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അങ്ങേരെ തൊട്ടതിനും പിടിച്ചാൽ അങ്ങേരെ ഒന്ന് കുനിഞ്ഞാലോ നിന്നാലോ ഇരുന്നാലോ നിവർന്നാലോ അതിലെവിടെയെങ്കിലും കുറ്റം കണ്ടെത്താൻ നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അവറ്റകളൊക്കെ തന്നെ അങ്ങേര് ചെയ്യുന്ന ഈ നന്മ, ഈ പ്രവർത്തികൾ ഒക്കെ തന്നെ ഒന്ന് വിലയിരുത്തണം. ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും തന്നെ മുതിരത്തില്ല, നാവ് പൊങ്ങത്തില്ല. കാരണം കുറ്റമല്ലല്ലോ, ഇത് നല്ല കാര്യമല്ലേ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അയ്യോ, സുരേഷ് ഗോപിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ അതിനങ്ങ് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് ഇതാവത്തില്ലേ, ജനങ്ങൾക്കിടയിൽ ജനപ്രീതി കൂടത്തില്ലേ? പക്ഷേ എങ്ങനെ അങ്ങയുടെ ജനപ്രീതി ഇടിക്കാം, അതാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത്. കഷ്ടമടേ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കഷ്ടം മാത്രമാണ് തോന്നുന്നതെന്ന് പറയുന്നത്. കാരണം ഇതുപോലൊരു MP ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരുവടേ. എടി എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്? ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സ്വന്തം പോക്കറ്റിൽ നിന്നും കാശെടുത്ത് കൊടുക്കുന്ന ഇതുപോലെ വ്യക്തിയെ, അതും ലക്ഷങ്ങൾ, ഇതുപോലൊരു വ്യക്തിയെ ഒന്ന് കാണിച്ചു തരാൻ പറ്റൂ? എന്നിട്ട് അങ്ങനെ കുറ്റം പറയണം. എന്നിട്ട് അങ്ങനെ എന്താ പറയുക, അങ്ങനെ അത് ചെയ്തു, അങ്ങനെ ഇത് ചെയ്തു, അങ്ങനെ മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറ്റം പറയണം. കേൾക്കുന്നതിന് കാണുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ ഒരു കാര്യത്തിൽ ശരിക്കും തൃശ്ശൂർക്കാർ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഇങ്ങേർക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള തരികിട നാടകങ്ങളാണ് ഈ പറഞ്ഞ തോതിൽ എതിർ പാർട്ടിക്കാരും അതോടൊപ്പം തന്നെ ഇങ്ങനെ രാഷ്ട്രീയം ഇഷ്ടമില്ലാത്ത കുറേ എണ്ണവും ഇങ്ങനെ കുറിച്ച് പറഞ്ഞ് നടന്നതും ഇങ്ങനെ ജയിച്ചതിന് ശേഷവും കുരുപൊട്ടി ഓരോന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്നതും ഒക്കെ തന്നെ. പക്ഷെ ഇതൊക്കെ വകവയ്ക്കാതെ ഇങ്ങനെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂർക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ. നിങ്ങൾ ഈ ഒരു MP ഒരു കാലത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ പറയാവുള്ളൂ. കാരണം ഇങ്ങനെ പോലൊരു വ്യക്തി
അത്രയ്ക്ക് മനുഷ്യത്വം നിറഞ്ഞ ഒരു വ്യക്തി, അത്രയ്ക്ക് മനുഷ്യസ്നേഹിയായിട്ടുള്ള വ്യക്തി, മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അർഹതപ്പെട്ടവരാണോ അവരെ തീർച്ചയായിട്ടും സഹായിക്കാനായിട്ട് എന്തുകൊണ്ടും മനസ്സുള്ള ഒരു വ്യക്തി അത് സുരേഷ് ഗോപി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹായം അർഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ കണ്ണും പൂട്ടി സഹായിക്കും, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. അല്ലാതെ ഈ പറഞ്ഞ രീതിക്ക് ഇപ്പോൾ ഞാൻ ശരിയാക്കി തരാം കേട്ടോ, ഞാൻ പിന്നെ അത് വാങ്ങിച്ച് അത് ശരിയാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു ആളല്ല. ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഇങ്ങനെ ആ സ്പോട്ടിൽ അത് ചെയ്തിരിക്കും. അല്ലാതെ പിന്നത്തേക്കോ അല്ലെങ്കിൽ നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കോ ഒന്നും മാറ്റി വയ്ക്കുകയല്ല സുരേഷ് ഗോപി ചെയ്യുന്നത്. ആ സ്പോട്ടിലാണ്. അതും 1-2 ലക്ഷമല്ല, 32 ലക്ഷമാണ്. എന്തായിട്ട് കടമായിട്ടാലും എന്തായിട്ട് 32 ലക്ഷം രൂപ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ ജീവനക്കാർക്ക് അവരുടെ സങ്കടം കണ്ടിട്ട് ഈ ഓണം അവരെ സന്തോഷത്തോടു കൂടി കൂടണം, ഈ ഓണം അവരെ സന്തോഷത്തോടു കൂടി ഉണ്ണണം, ആ ഒരു തരത്തിൽ മനസ്സിൽ കണ്ട് ചെയ്ത ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറ്റം പറയുന്നവരൊക്കെ തന്നെയും ഇങ്ങനെ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തികൾ കണ്ടിട്ട് ആ മൂലയ്ക്കൊന്ന് മാറിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ രാഷ്ട്രീയമല്ല, ഇത് കമ്മിയായാലും കൊങ്ങിയായാലും സംഖ്യയായാലും ഇങ്ങനെ ചെയ്ത ഈ പ്രവൃത്തി ഉണ്ടല്ലോ അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.